കണ്ട സമയം കണ്ട 3:18. ഈ സമയമൊന്നും ഞാൻ കാണാറില്ല. ഇന്ന് നമ്മൾ പോണത് പറശ്ശിനിക്കടവിലേക്കാണ്. എൻ്റെ അനിയത്തി ഏകദേശം 1 വർഷമായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് പറശ്ശിനിക്കടവ് പോകാൻ വേണ്ടിയിട്ട്, അവളും അച്ഛനും അമ്മയായിട്ട്. പക്ഷെ പല കാരണം കൊണ്ടും അത് നടന്നില്ല. ഫൈനലി അത് സൺഡേയിലേക്ക് പോകാമെന്നുള്ളത് തീരുമാനമായി. അവൾ വർക്ക് ചെയ്യുന്നത് കോഴിക്കോടായതുകൊണ്ട് അച്ഛനും അമ്മയും കോഴിക്കോട് പോകുന്നു, അവിടുന്ന് ട്രെയിനിൽ പറശ്ശിനിക്കടവ്. ഇതായിരുന്നു പ്ലാൻ. അതിൻ്റെ ഇടയിലാണ് എൻ്റെ എൻട്രി. ആ വീക്ക് ഞങ്ങൾ നാട്ടിൽ പോകുന്നതുകൊണ്ടും പറശ്ശിനിക്കടവ് പോയിട്ട് കുറച്ചധികം ആയതുകൊണ്ടും ഞാൻ പറഞ്ഞു പറ്റുകയാണെങ്കിൽ ഞങ്ങളും വരാം. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടാണ് ആ വീക്ക് നാട്ടിൽ പോകാൻ തീരുമാനിച്ചത്. അതിനിടയിലാണ് എൻ്റെ ഈ പ്ലാന്. അതുകൊണ്ട് നടക്കുന്ന ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷെ ദൈവം സഹായിച്ച് നമുക്ക് പോകാൻ പറ്റി. 3:30 വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു 6-6:15 ആയപ്പോഴത്തേക്ക് നമ്മൾ പറശ്ശിനിക്കടവ് എത്തിയിട്ടുണ്ടായിരുന്നു. 6:30 കഴിഞ്ഞപ്പോഴത്തേക്ക് തൊഴുതിറങ്ങുകയും ചെയ്തു. നല്ലപോലെ ദർശനവും കിട്ടി, നല്ല സുഖമായിട്ട് തൊഴാനും പറ്റി. ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത്. ഇതുവേ ഞാൻ വേറെ ചെയ്തിട്ടുള്ള സെറ്റുമുണ്ട്, നമ്മുടെ ഹൃദയത്തിലെ ഹാൻഡ് പെയിൻറ്റഡ് സെറ്റുമുണ്ടാണ്. പുഴ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ മോനെ അവിടെ നിന്ന് കയറുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് പോയി കാല് നനയ്ക്കേനെ, ആരും പിടിക്കുകയും വേണ്ട, ഒന്നും ചെയ്യണ്ട. പിന്നെ പ്രസാദം കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അവിടെ നിന്ന് നേരെ ഇറങ്ങി. പിന്നെ കാണുന്ന കടയെല്ലാം കയറി ഇറങ്ങലായി ആശാന്റെ പണി. പിന്നെ ഞങ്ങൾ നേരെ പോയത് പെരളശ്ശേരി അമ്പലത്തിലേക്കാണ്. ഞാൻ ഈ അമ്പലത്തെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് എൻ്റെ ഹോസ്റ്റൽ മേറ്റ് ആയിട്ടുള്ള സ്നേഹ, അവളെൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അവൾ പറഞ്ഞും അവളുടെ സ്റ്റാറ്റസിലൂടെയാണ് കേട്ടോ. അങ്ങനെ ഫൈനലി എനിക്കും അവിടെ പോകാൻ പറ്റി. പിന്നെ അവിടുത്തെ കാണേണ്ട കാഴ്ച തന്നെയാണ് അവിടുത്തെ കുളം. എന്ത് ഭംഗിയാണെന്നറിയോ. ഇതുവരെ കാണാത്തവർ ഇനി കണ്ണൂർ പോകുമ്പോൾ ഒന്ന് പോയി നോക്കണേ. പിന്നെ എവിടെ പോയാലും ഫോട്ടോ എടുക്കൽ നിർബന്ധമാണല്ലോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക്.